وسلم تصدقوا فإنه يأتي عليكم زمان يمشي الرجل بصدقته فلا يجد من يقبلها يقول الرجل لو جئت بها بالأمس لقبلتها فأما اليوم فلا حاجة لي بها شفيعنا رسول الله മഹമൂദരെ കാണുന്ന മുമ്പേ എനിക്ക് വേണ്ട സ്വർഗ്ഗം നബി മുത്തിനെ പുണർന്നില്ലെങ്കിൽ എനിക്ക് ജന്മം നരകം മഹമൂദരെ മഹബൂബരെ പതിമക്ക പൂത്ത മലരെ മഅ്ശൂഖരെ മശൂറരെ തിരുമുത്ത് പാനൂറേ ധീരതയിലും മുഹമ്മദരെ കഴിഞ്ഞുള്ളൂ അസദ് അതുകൊണ്ടല്ലേ കണ്ട പാടെ വിറച്ചതോ ജഹല് ഒരു ചാണിന്റെ പകലത്തന്ന് ഈ പാമി നിൽക്കും സമയം ശഫാഅത്തിന്റെ കരം പിടിക്കാൻ താവരുമോ സദയം. ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച, പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ നാം ഒരുമിച്ച് കൂടി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മുഴുവൻ അമലുകളും നമ്മുടെ ഇബാദത്തുകളും സദഖകളും ദാനധർമ്മങ്ങളും സക്കാത്തുകളും എല്ലാം അല്ലാഹു അവന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മളിൽ നിന്ന് സമ്പൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. അപ്പൊ ഒരു സഹോദരൻ ഒരു സെന്റ് സ്ഥലത്തിന്റെ ഓഫർ ചെയ്തതാണ്. അതില്ലാത്തൊരു ഗോളാണ്. പേര് പറയണമെന്ന് പറഞ്ഞു. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്ന് ചെയ്യണതും നാളെ ചെയ്യണതും റമളാൻ കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞ് ചെയ്യണതും വ്യത്യാസമുണ്ട്. നമ്മൾ ചെയ്ത എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മുഴുവൻ അമലുകളും ഇടത് കൈ പോലും അറിയാതെ വലത് കൈ കൊണ്ടുള്ള സദഖ ചെയ്താൽ ഈ ദുനിയാവിൽ അർശിന്റെ തണല് കിട്ടുന്ന അല്ലാഹു തആല 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണലുണ്ട്. അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ടതാണ് ഇടത് കൈ പോലും അറിയാതെ വലത് കൈ കൊണ്ട് ചെയ്യുന്ന സദഖ. രഹസ്യമായ സദഖകൾക്ക് വളരെ പ്രതിഫലമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രതിഫലമൊന്നുമല്ല. റമളാനിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു കിതാബിലൊക്കെ നമ്മൾ പറയുന്ന ഇബാറത്തുകൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ റമളാനിന്റെ പ്രതിഫലത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഒരു റമളാനിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇത്രയും വലിയ ഭൂമിയിൽ ഭാഗ്യമുള്ള ഒരാൾ വേറെ ഇല്ലെന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് അന്നഹു ഖാല ഇദാ കാന യൗമുൽ ഖിയാമത്തി അല്ലാഹു തആല ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഫറദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഒരു അടിമയിൽ അല്ലാഹു ഖൈറായ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അഅതാഹു കിതാബഹു ജഹറാ
അഅതാഹു കിതാബഹു അവന്റെ നന്മതിന്മകൾ എഴുതിയ കിതാബ് അല്ലാഹു അവന് കൊടുക്കുന്നത് ജഹറൻ അത് പരസ്യമായിട്ടാണ്. പരസ്യമായിട്ട് അല്ലാഹു തആല ഒരു അടിമയെ നല്ലത് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന്റെ നന്മകൾ തിന്മകൾ എഴുതിയ കിതാബ് അവന് പരസ്യമായിട്ട് കൊടുക്കും. ജഹറൻ വഖാല ലഹു എന്നിട്ട് അവനോട് പറയും ഇഖ്റ സിർറൻ പരസ്യമായി കിതാബ് കൊടുത്തിട്ട് അവനോട് പറയും ഇഖ്റ സിർറൻ നീ ഇതൊന്ന് രഹസ്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയേ, ഇത് നീ ദുനിയാവിൽ ചെയ്ത കാര്യങ്ങളാണ്, ഇത് നീ ഒന്ന് രഹസ്യമായി വായിച്ചു നോക്ക്. ഇഖ്റ സിർറാ എന്തിനു വേണ്ടി? ഹത്താ ലാ യഫ്ലഹു ബൈന ഖൽഖിഹി അള്ളാന്റെ സൃഷ്ടികളുടെ ഇടയിൽ അവനെ ഫളീഹത്താക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ രഹസ്യമായി നീ ഒന്ന് വായിച്ചു നോക്കൂ. ഫയഖറഹു കിതാബക കിതാബഹു സിർറൻ അങ്ങനെ അവന്റെ കിതാബ് അവൻ വായിച്ചു നോക്കി സിർറൻ രഹസ്യമായിട്ട്. അങ്ങനെ ഫലം യസ്മഉഹു അഹദുൻ മഹ്ശറയിൽ കൂടിയിരുന്ന ഒരാൾ പോലും അവൻ വായിച്ചത് കേട്ടില്ല. അവൻ വായിച്ചത് അവന്റെ നന്മതിന്മകൾ എഴുതിയത് മനസ്സിലാണ്, വായിച്ചത് മനസ്സിലാണ്, ഒരാളും കേട്ടില്ല. ഫയഖൂലുൽ മലായിക ഇതുവരെ കാണാത്ത മലക്കുകൾ പറഞ്ഞു യാ ഇലാഹന എന്താണ് അല്ലാഹ് കണ്ടത്? യാ ഇലാഹന ഹാദിഹി ഇനായത്തുൻ ഇത് എന്തൊരു പരിഗണനയാണ്. ലം തസ്ബിഖ് ലിഅഹദിൻ മിനൽ ഉസാതി പാപികളായ ആളുകൾക്ക് ഇതിനു മുമ്പ് ഇതുപോലെ ഒരു പരിഗണന ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കിതാബ് പരസ്യമായിട്ട് കൊടുത്തു, എന്നിട്ട് രഹസ്യമായി അവരോട് വായിച്ചു നോക്കാൻ പറഞ്ഞത്. ഇതിനു മുമ്പ് പാപികൾ വന്നപ്പോ അവരോട് നീ പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടില്ലോ. മാത്രമല്ല നീയാണെങ്കിൽ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷിക്കുകയും കരിച്ചു കളയുകയും തീ കൊണ്ട് ശിക്ഷിക്കുമെന്നുമല്ലേ. എന്നിട്ടെന്താണ് ഈ ഒരു വിഭാഗത്തിന് പരസ്യമായി കിതാബ് കൊടുത്തു, എന്നിട്ട് രഹസ്യമായി അവരുടെ നന്മതിന്മകൾ വായിച്ചു നോക്കാൻ പറയുന്നത്? ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു കണ്ടിട്ടില്ലല്ലോ ഈ ഒരു സമ്പ്രദായം. മലക്കുകൾ ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു യാ മലായികതി എന്റെ മലക്കുകളെ ഇന്നി ഹുരിഖ്തു ഫിദ്ദുനിയാ ഇന്നി ഹറഖ്തു ഫിദ്ദുനിയാ ബിനാരിൽ ജുഈ ദുനിയാവിൽ ഞാൻ ഇവനെ വിശപ്പിന്റെ തീ കൊണ്ട് കരിച്ചു കളഞ്ഞു. ദാഹത്തിന്റെയും വിശപ്പിന്റെയും തീ കൊണ്ട് ദുനിയാവിൽ ഞാൻ ഇവനെ കരിച്ചതാണ്. എപ്പോഴാണ്? ഫിൽ ഹർരി ശദീദി കൊടിയതായ വേനൽക്കാലത്താണ് നോമ്പ് വന്നത്. നോമ്പ് വന്നപ്പോൾ അവനെ ദാഹം കൊണ്ടും ദാഹമാകുന്ന വിശപ്പാകുന്ന തീ കൊണ്ട് ഞാൻ അവനെ കരിച്ചു കളഞ്ഞിരിക്കുന്നു. റമളാൻ മാസത്തിൽ എനിക്ക് വേണ്ടി കഠിനമായ ചൂടുള്ള സമയത്ത് അവൻ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് എന്നിലുള്ള പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചവനാണ്. അതുകൊണ്ട് ഈ പരിഗണന ഞാൻ അവന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ ദിവസം ഇവിടെ കരിക്കലില്ല. ഈ ദിവസം നോമ്പുകാരന് ഞാൻ ഇവിടെ കരിക്കുന്നില്ല. ദുനിയാവിൽ സർവ്വവിധ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി നോമ്പ് നോറ്റവനാണ്. ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു, ഞാൻ അവന് മാപ്പ് ചെയ്യുന്നു. അവൻ ചെയ്തു പോയ തെറ്റുകൾ ഞാൻ പുറത്തിരിക്കുന്നു, അവൻ ചെയ്തു പോയ തിന്മകളെ ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്നു, അവൻ പറഞ്ഞു പോയ മോശത്തരങ്ങളെ ഞാൻ മറച്ചു വെക്കുന്നു. അവൻ എന്തെല്ലാം തിന്മകൾ ചെയ്തിട്ടുണ്ടോ അവകളെ മുഴുവനും റമളാനിനെ ബഹുമാനിച്ചതുകൊണ്ട്, അതിൽ സദഖ ചെയ്തതുകൊണ്ട്, അതിൽ ഹദിയ ചെയ്തതുകൊണ്ട്, അതിൽ നോമ്പനുഷ്ഠിച്ചതുകൊണ്ട്, അതിൽ ഖുർആൻ പാരായണങ്ങൾ ചെയ്തതുകൊണ്ട് എന്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. വാനൽ കരീമുൽ മന്നാൻ
ഷഫീഉനാ റസൂലുള്ളാഹി. ഞാൻ മാന്യനാണ്, മന്നാൻ ഗുണം ചെയ്യുന്നവനാണെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അങ്ങനെ നോമ്പിന്റെ ഈ ഫളായിലുകൾ പറയുന്ന കൂട്ടത്തിൽ മൊത്തം എങ്ങനെയാണ്? അത്ഭുതങ്ങളെ നമുക്ക് കാണാത്ത ഒരുപാട് അത്ഭുതങ്ങൾ ഇതിന്റെ സമയമെടുത്ത് ഇങ്ങനെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ കിളി പോകും. അതുപോലെ അത്ഭുതങ്ങളാണ് നോമ്പ് കഴിഞ്ഞതിന് ശേഷം. ഇന്ന് നോമ്പ് 27 3 ദിവസം കൂടി കിട്ടിയാലായി 30 കിട്ടുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നോമ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം കൊടുക്കുന്നത് ഈ ഒരു കൂലി നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ പള്ളിക്ക് ഒരു സുവർണാവസരമായി, ഈ സമയത്ത് ഒരു സുവർണാവസരമാണ്. സ്വതക്ക ചെയ്യാൻ, ദാനം ചെയ്യാൻ ഒരു സുവർണ അവസരമാണ്. റമളാനിന്റെ അവസാന വെള്ളിയാഴ്ചയാണ്. ആരാണ് നമ്മുടെ സ്ഥലം വാങ്ങുന്നതിലേക്ക് അകമഴിഞ്ഞ് മനസ്സിരുത്തി എന്റെ സമ്പത്തിൽ നിന്ന് ഒരു അരസെന്റിനുള്ള 50,000 രൂപ കൊടുക്കാൻ ഈ സദസ്സിലുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇതൊരു അവസരമാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോ ഇതുപോലെ ഒരു അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. അരസെന്റിന്റെ പൈസയാണ് 50,000 രൂപ. 1,05,000 രൂപയാണ് ഒരു സെന്റ് സ്ഥലത്തിന്. നമ്മുടെ ദുബായ് എന്ന് വിളിക്കുന്ന നമ്മുടെ ആ സഹോദരൻ ഇക്കരക്കുടിയിലെ ഇന്നത്തെ ഏറ്റവും എല്ലാ നിലക്കും അനുഗ്രഹിച്ച മഹാവ്യക്തിത്വത്തിനുടമയാണ്. എല്ലാ ദിവസവും നിസ്കരിക്കുമ്പോ വന്ന സൈഡിൽ ഇങ്ങനെ കസേരയിട്ട് ഖുർആൻ ഓതി സുബഹിക്ക്. എന്തിരുന്നാലും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. 2 സെന്റ് സ്ഥലം. ഒരിക്കലും ആ ഒരു റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്ത് ഒതുവോടുകൂടി ഇരുന്ന് ഞാനും എന്റെ ഭാര്യയും കൂടി 2 സെന്റ് സ്ഥലം ഏറ്റ് എന്ന് പറയാൻ അതൊരു തൗഫീഖാണ്. ദുനിയാവിലും ആഖിറത്തിലും ആ സ്ഥലം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം അതിന്റെ പ്രതിഫലം അവരുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ ജാരിയായ സ്വതക്കയായി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഷഫീഉനാ റസൂലുള്ളാഹി. കൊടുക്കണൊക്കെ ജാരിയായ സദഖയാണ്. അതിങ്ങനെ അതിന്റെ പ്രതിഫലം അത് നമ്മൾ നിസ്കരിക്കുന്ന മുസല്ല കൊടുത്താലും, ഫാൻ കൊടുത്താലും, ബൾബ് കൊടുത്താലും അതിന്റെ ആ സുഖം നിസ്കരിക്കാൻ വരുന്നവന് കിട്ടുന്നിടത്തോളം അതിന്റെ പ്രതിഫലം കൊടുത്ത ആൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ നല്ല ഒരു മുഹൂർത്തമാണ് റമളാനിന്റെ അവസാന വെള്ളിയാഴ്ച. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 50, 100, 65, 70 വയസ്സ് വരെ ജീവിച്ചു വന്നതിലല്ല, ഒരൊറ്റ നിമിഷത്തെ നമ്മുടെ മനസ്സിൽ പടച്ചവൻ തോന്നിപ്പിക്കുന്നതാണത്. എത്രയോ സമ്പന്നന്മാരായ മുതലാളിമാർ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും മക്കത്ത് പോയി ഒരു ഹജ്ജും ഉംറയും ചെയ്യാതെ മരണപ്പെട്ടു പോകുന്നു. സമ്പത്തുണ്ടായിട്ട് ഹജ്ജിനും ഉംറയ്ക്കും പോവാത്തവൻ കാഫിറായിട്ട് ചത്തുപോകുന്നതിന് ഒരു വിരോധമില്ല. ശഫീഉനാ റസൂലുള്ളാഹി. എത്രയോ ആളുകൾ ജീവിതകാലത്ത് നമ്മൾ നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ധനം നമ്മൾ ചെലവഴിക്കുന്നത് ഒരിക്കലും നമ്മുടെ ധനത്തെ കുറയ്ക്കുന്നതല്ല. അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും അവരുടെ സമ്പാദ്യം മുഴുവനും ഇസ്ലാമിനും റസൂലുള്ളാഹിക്കും വേണ്ടി കൊടുത്തു. പക്ഷെ അവരെവിടെ അന്ത്യവിശ്രമം കൊള്ളണേ? അള്ളാന്റെ റസൂലിന്റെ ഈ ലോകത്തെ പടയ്ക്കാൻ തന്നെ കാരണഭൂതരായ അള്ളാന്റെ റസൂലിന്റെ ഇടവും ബലവുമാണ് ഇവർ രണ്ടുപേരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. അലിയാർ തങ്ങൾ അങ്ങനെയല്ല. ഇന്നലെ നമ്മൾ പ്രതിപാദിച്ചു, അലിയാർ തങ്ങൾ പട്ടിണിയും പരിവട്ടവുമാണ്. അവർക്ക് സ്വലാത്തും ദിക്റും ഇസ്തിഗ്ഫാറും ഫാത്തിമയുമായി ജീവിതത്തിൽ ഒരുപാട് സുഖങ്ങളൊന്നും കിട്ടാതെ ജീവിച്ചവരാണ്. സമ്പത്ത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? ദാരിദ്ര്യം കൊണ്ട് കൈ കഴുകിയാണ് മഹാനായ അലിയാർ തങ്ങളെ പോലെയുള്ളവർ ജീവിച്ചത്. പക്ഷേ ഉമർ തങ്ങളും അബൂബക്കർ തങ്ങളും അവരുടെ സമ്പാദ്യം കൊണ്ട് സ്വർഗം മേടിച്ചവരാണ്. അല്ലാഹു തആല ആ ഒരു തൗഫീഖ് എനിക്കും നിങ്ങൾക്കും കിട്ടണമെങ്കിൽ ആരാണ് ഈ നല്ല ഒരു സമയത്ത് ഉസ്താദേ എന്റെ വക ഒരു 50,000 രൂപ, എന്റെ വക ഒരു എന്താണ്, ആരെങ്കിലും ഉണ്ടോ? 50 കഴിഞ്ഞിട്ട് വേണം ഇനി 25ലേക്ക് കിടക്കുക.
ആരാ ഉള്ളത്? അല്ലാഹു തആല അർഹമായ പ്രതിഫലം ആ സഹോദരന്റെ കുടുംബത്തിലും മക്കളിലും എല്ലാം, ബിസിനസ് സ്ഥാപനങ്ങളിലെ മക്കളില്, അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള മക്കളിൽ എല്ലാവരിലും സർവ്വവിധ ഐശ്വര്യങ്ങളും ബറക്കത്തും നിഅമത്തും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഇനി ആരാ ഉള്ളത്? ആരെങ്കിലും ഉണ്ടോ? 50,000 രൂപ നമ്മുടെ സ്ഥലം മേടിക്കുന്നതിലേക്ക് നമുക്കെല്ലാം പോയി ഈ മഹൽ നിവാസികളായ നിങ്ങൾക്ക് തന്നെ അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടിയുള്ള മണ്ണാണ്. ആരെങ്കിലും ഉണ്ടോ? റമദാൻ കഴിഞ്ഞതിന് ശേഷം അയ്യോടാ എനിക്കത് കൊടുക്കാമായിരുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടുന്ന പ്രതിഫലമല്ല റമദാൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. 25,000 രൂപ തരാനുള്ളവരൊന്ന് കൈവയ്ക്കും. 25,000 രൂപ. എന്റെ പൊന്നു പേരറിയില്ല, ഒരു സഹോദരൻ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ഈ നിറഞ്ഞ സമയത്ത് റമദാനിന്റെ അവസാന ജുമാഅയുടെ സമയമാണ്. പരിശുദ്ധ റമദാൻ വിട പറയുന്ന സമയമാണ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് 25,000 രൂപ പള്ളിയിലേക്ക് സ്വതക്ക ചെയ്യാമെന്നേറ്റിരിക്കുന്നു. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ കുടുംബജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ, രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനേ. ഇനി ആരാണ് 50,000 രൂപ? അരസന്റെ സ്ഥലത്തിന്റെ പൈസ ഉണ്ടോ ആരെങ്കിലും? 25,000 സ്വതക്ക ചെയ്യുന്നത് സമ്പത്തിനെ കുറയ്ക്കുന്നതല്ല. എന്നാൽ നിങ്ങൾ സ്വതക്കയും സക്കാത്തും ചെയ്യാതിരുന്നാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയുമോ? ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും ബിസിനസ്സിലും ബറക്കത്തിന് വേണ്ടി ഒരു സെന്റ് സ്ഥലം ഓഫർ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ നീ വിജയിപ്പിക്കണേ അല്ലാ. അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കണം അല്ലാ, അവിടുത്തെ കുടുംബജീവിതം നീ സന്തോഷത്തിലാക്കണം അല്ലാ. അല്ലാഹുവേ പടച്ചവനെ കൊടുത്തിരിക്കുന്ന സമ്പത്ത് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വതക്കയാക്കണേ അല്ലാ. അല്ലാഹുവേ മറ്റൊരു സഹോദരൻ ഇന്നലെ 25,000 രൂപ സ്ഥലം വാങ്ങുന്നതിലേക്ക് ചെറുപ്പക്കാരനാണ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. എന്ത് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ലാ. ജോലിയിലും ബിസിനസ്സിലും ബറക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ചെയ്യുന്ന സദഖകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഇനി ആരാണുള്ളത്? അരസന്റെ സ്ഥലം 50,000 രൂപ. ആരെങ്കിലും ഉണ്ടോ? പരസ്യമായി പറയാൻ മടിയുള്ളവരുണ്ടാകുമെങ്കിൽ പള്ളിയുടെ പരിപാലകരുമായി ബന്ധപ്പെടണേ. നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നോക്കൂ. തസദ്ദഖൂ, നിങ്ങൾ സ്വതക്ക ചെയ്യണം. എനിക്കും നിങ്ങൾക്കും അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ സ്വതക്ക ചെയ്യണം. ഫൈന്നഹു യഅതി അലൈക്കും സമാൻ, ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട്. യംശി റജുൽ ബി സ്വദഖതിഹി, അവന്റെ സദഖ കൊടുക്കാനായി അവൻ അങ്ങനെ ഓരോ ദിവസവും നടക്കും. അങ്ങനെ ഫലാ യജിദു മൻ യഖ്ബലുഹാ, എന്റെ മുതലിന്റെ സദഖയാണ്, ആർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നടക്കുന്നതാണ്. പക്ഷേ ഫലാ യജിദു മൻ യഖ്ബലുഹാ, അതിനെ സ്വീകരിക്കുന്ന ഒരാൾ എല്ലാവരും പറയും എനിക്ക് വേണ്ട. ലൗ ജീത ബിഹാ ബിൽ അംസി, ഇന്നലെ നീ വന്നിരുന്നുവെങ്കിൽ ലഖബിൽതുഹാ, ഞാൻ അതിനെ സ്വീകരിക്കുമായിരുന്നു. ഫഅമ്മൽ യൗമ ഫലാ ഹാജത ലി ബിഹാ ശഫീഉനാ റസൂലുള്ളാഹി. ഓരോ ജനതയ്ക്കും അവർ നശിക്കാൻ ഓരോ കാരണം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ ഉമ്മത്തിന്റെ ഈ ഉമ്മത്ത് നശിക്കാനുള്ള കാരണം അൽമാലു അത് സമ്പത്താണ്. ശഫീഉനാ റസൂലുള്ളാഹി,
നമ്മുടെ സമ്പത്ത് ഇങ്ങനെ കുന്നുകൂടി ഈ സമ്പത്ത് കൊണ്ടാണ് മുസ്ലിം ഉമ്മത്താണ് മുഹമ്മദ് നബി തങ്ങളുടെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് നശിക്കുന്നത് സമ്പത്ത് കൊണ്ടാണ്. കൊലപാതകങ്ങളും അക്രമങ്ങളും ഇതെല്ലാം നടക്കുന്നത് സമ്പത്തിന് വേണ്ടിയാണ്. ഈ ഉമ്മത്ത് നശിക്കുന്നതും സമ്പത്തിന് വേണ്ടിയാണ്. അപ്പൊ അല്ലാഹു തആല തന്ന സമ്പത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിച്ച് ദുനിയാവിൽ ആരെങ്കിലൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ മക്കൾക്കും അവന്റെ തലമുറകൾക്കും അവന്റെ കുടുംബങ്ങൾക്കും എല്ലാം ഖൈറാണ്. ആരെങ്കിലും ഉണ്ടോ? 25,000 രൂപ 25,000 രൂപ സ്ഥലം വാങ്ങുന്നതിലേക്ക് പള്ളിക്ക് വേണ്ടിയാണ് ഈ നാട്ടിലുള്ള വരും തലമുറ അന്തിവിശ്രമം കൊള്ളേണ്ട സ്ഥലമാണ്. അല്ലാഹു തആല ഒരിക്കലും പാഴാക്കുന്നതല്ല. ഇതൊരു ദീനീ സ്ഥാപനമാണ്. ഇതിന്റെ പള്ളി മുനാരങ്ങളിൽ നിന്നും ബാങ്കുലികൾ അന്തരീക്ഷത്തിൽ കൊണ്ടാണ് അലിയൊലി ഒലിച്ച് ഉയർന്നു നിൽക്കുന്നിടത്തോളം ഈ പള്ളിയിലേക്ക് ചെയ്യുന്നത് മുഴുവനും ജാരിയായ സ്വതക്കകളാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. സക്കാത്ത് തടഞ്ഞാൽ രോഗങ്ങൾ പെരുക്കുന്നതാണ്. നബി തങ്ങൾ പറയുന്നു, മാ മനഅ ഖൗമുൻ അസ്സകാത്ത് ഇല്ലാ ഇബ്തലാഹു അല്ലാഹു ബിസനീ. രോഗങ്ങൾ കൊണ്ട് അല്ലാഹു തആല സക്കാത്ത് തടയുന്ന ജനതയെ പരീക്ഷിക്കുന്നതാണ്. തീർന്നില്ല, പിന്നെയും പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യംനഉ സകാത അംവാലിഹിം. ജനങ്ങൾ അവരുടെ മുതലിന്റെ സക്കാത്ത് തടഞ്ഞിട്ടില്ല എങ്കിൽ ഇല്ലാ മുനിഉൽ ഖത്ര മിനസ്സമായി. മഴ തടയപ്പെടുന്നത് നിങ്ങൾ സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ടാണ്. വലൗലൽ ബഹായിമി ലം യംതറു ശഫീഉനാ റസൂലുള്ളാഹി. ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ സക്കാത്ത് തടഞ്ഞതിന്റെ പേരിൽ ഈ ലോകത്ത് ആകാശത്ത് നിന്ന് ഒരു തുള്ളി മഴ പോലും ലഭിക്കില്ലായിരുന്നു. ഖാല റസൂലുള്ളാഹി. ജനങ്ങള് അവരുടെ മുതലിന്റെ സക്കാത്ത് കൊടുത്തില്ല. ഇപ്പോഴത്തെ കാലത്ത് ജനങ്ങൾക്ക് ഭയങ്കര ഭ്രമമാണ് സമ്പത്തിനോട്. പൈസയോട് ഭയങ്കര എന്തൊക്കെ കാണിച്ചിട്ടായാലും വേണ്ടില്ല, സമ്പത്തുണ്ടാവണം, വെട്ടിപ്പിടിക്കണം. ഇവിടെയുള്ള കൊലപാതകങ്ങളെല്ലാത്തിന്റെയും പിന്നില് പൈസയാണ്. ആഡംബര ജീവിതമാണ് ഇവരുടെ എല്ലാത്തിന്റെയും പിന്നില്. അപ്പൊ അതുകൊണ്ട് മഴ ഈ ദുനിയാവിൽ അല്ലാഹു തആല മഴ ഇഴജന്തുക്കളും ജീവജാലങ്ങളും പശുവും അതുപോലെയുള്ള മറ്റു ജന്തുക്കളും ജീവികളൊക്കെ ഈ ഭൂമിയിൽ വലിയ കാടുകളിൽ ആനകളെ പോലെയുള്ള ജീവികൾ ഇല്ലായെങ്കിൽ അല്ലാഹു തആല മഴ വർഷിക്കില്ല. മഴയില്ലാതെ നൂഹ് നബിയുടെ ജനതയെ നശിപ്പിച്ചതുപോലെ അല്ലാഹു തആല നശിപ്പിച്ചേനെ. എന്നിട്ടും അന്ന് നശിപ്പിക്കാൻ നോക്കിയപ്പോൾ അന്ന് ജീവിച്ചിരുന്ന എല്ലാ ഇണകളിൽ നിന്നും കപ്പലിൽ കയറാൻ പറഞ്ഞു. ജീവജാലങ്ങളോട് നിന്ന് എല്ലാ ഇണകളിൽ നിന്നും ഭൂമി നൂഹ് നബീനെ അവരെ കളിയാക്കി, പലകളുണ്ടാക്കി, മരുഭൂമിയിൽ മരം നട്ടപ്പത്തൊട്ട് കളിയാക്കി, മരം വലുതായി കപ്പല് പണിതു, അതിനകത്ത് അവര് മലമൂത്ര വിസർജനം നടത്തി. ഇപ്പോഴെല്ലാം ആ സമയത്തെല്ലാം നൂഹ് നബി റബ്ബിനോട് ദുആ ചെയ്യാണ്, അടച്ചവനെ എന്നെ പരിഹസിക്കുകയാണ്, എന്നെ കളിയാക്കുകയാണ്. അങ്ങനെ അല്ലാഹു നിശ്ചയിച്ചു, ഈ നാട്ടിൽ ഇനി ഒരു തുള്ളി മഴ ആകാശത്ത് നിന്ന് ചാടാൻ പാടില്ല. 40 വർഷക്കാലം നൂഹ് നബിയുടെ ജനതയിലേക്ക് മഴ വന്നില്ല. കപ്പലുണ്ടാക്കി കഴിഞ്ഞപ്പോ എല്ലാവരും പരിഹസിച്ചു, ഈ മഴയില്ലാത്ത നാട്ടില് ആരെങ്കിലും വെള്ളമില്ലാത്ത നാട്ടില് കപ്പലുണ്ടാക്കൂ? എല്ലാ ജീവജാലങ്ങളോടും അല്ലാഹു തആല കൽപ്പിച്ചു, നൂഹ് നബി ഉണ്ടാക്കിയ കപ്പലിലേക്ക് എല്ലാ ഇണകളും കയറിക്കോ. അന്നാണ് പട്ടീനെയും മറ്റേ വവ്വാലിനെ അന്ന് ശപിച്ചതാണ്. വവ്വാലിന്റെ പ്രത്യേകത എന്താ? അത് കാഷ്ടിക്കുന്നതും ശ്വസിക്കുന്നതും കഴിക്കുന്നതും എല്ലാം ഒരു സ്ഥലത്തോടെ തന്നെ. പന്നി എന്നാണ്, പട്ടിയാണ് അന്ന് അതപകേട് കാണിച്ചത്. അതുകൊണ്ടാണ് അന്ന് അല്ലാഹു തആല നജസാക്കി മാറ്റി. എല്ലാ ജീവികളോടും പറഞ്ഞു, നിങ്ങളെ ഇണ കൂടുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം കപ്പലില് വേണ്ട പോലെ ഭക്ഷണങ്ങളില്ല, 6 മാസത്തെ ഭക്ഷണമുള്ളൂ. അതുകൊണ്ട് ഈ ഭാര്യ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വിശപ്പ് കൂടും. അതുകൊണ്ട് നിങ്ങൾ കപ്പലിലുള്ളത് ഇണകളാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പട്ടി അത് സ്വീകരിച്ചില്ല.
പട്ടി അതിന്റെ ഇണയുമായി അതിങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് പട്ടിക്ക് ഭയങ്കര വികാരമാണ്. അല്ലാഹു തആല ശപിച്ചു കളഞ്ഞു. അങ്ങനെ അതാണ് നജസായത്. പട്ടിയും പന്നിയും അതിൽ നിന്നും പിരിഞ്ഞുണ്ടായത്. അങ്ങനെ വെള്ളമെല്ലാം പൊങ്ങി വെള്ളത്തിന്റെ കുറച്ചിങ്ങനെ താന്നു കഴിഞ്ഞപ്പോ കാക്കയോട് നൂഹ് നബി പറഞ്ഞു, ഭൂമിയിൽ പോയി ജനങ്ങളുടെ അവസ്ഥ എന്താണ്, വെള്ളം താന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടി കാക്കേനെ പറഞ്ഞു വിട്ടു. കാക്ക പോയി നോക്കുമ്പോ ശവശരീരങ്ങൾ കിടന്നപ്പോ അതിങ്ങനെ കൊത്തി തിന്ന് നൂഹ് നബിക്ക് മറുപടി കൊടുക്കാൻ കാക്ക മറന്നുപോയി. അങ്ങനെ കാക്ക വരാതായപ്പോൾ പ്രാവിനെ വിട്ടു. പ്രാവിനോട് പറഞ്ഞു എന്താണ് ഭൂമിയിലെ അവസ്ഥ എന്ന് നോക്കാൻ പറഞ്ഞു. പ്രാവ് ചെന്നിട്ട് എന്ത് ചെയ്തു, ഈ മരങ്ങളുടെയും കൊണ്ടുപോയി സമാധാനത്തിന്റെ ജീവിയായി ശുദ്ധമായ റമദാനാണ് റഹ്മാനെ. പേര് പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ആ സഹോദരൻ പള്ളിക്ക് വേണ്ടി ഒരു സ്ഥലം ഓഫർ ചെയ്തു. നീ സ്വീകരിക്കണം അല്ലാഹ്. രണ്ടാമത്തെ 10ന്റെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണം അല്ലാഹ്. നമ്മൾ അതിന്റെ ആരോഗ്യം കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ മക്കളെ നീ അനുഗ്രഹിക്കണം അല്ലാഹ്. അവിടുത്തെ ബിസിനസ്സുകളെ നീ ബറക്കത്തിലാക്കണം അല്ലാഹ്. അതിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കുടുംബത്തിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നീ കൊടുക്കണം അല്ലാഹ്. അവിടുത്തെ മാതാപിതാക്കൾക്ക് കൊടുക്കണം അല്ലാഹ്. ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് കൊടുക്കണം റബ്ബേ. അവിടുത്തെ മക്കളെയും പേരമക്കളെയും നീ അനുഗ്രഹിക്കണം അല്ലാഹ്. വേറെയാണ് മനസ്സിന്റെ സ്ഥലം ഏറ്റിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. എന്ത് മുറാദാണെങ്കിലും റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് നീ സബലീകരിക്കണേ അല്ലാഹ്. എന്തെന്ത് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നതാണെങ്കിലും ഈ റമദാനിന്റെ മഗ്ഫിറത്തിന്റെ 10ന്റെ ബറക്കത്ത് കൊണ്ട് നീ പൊറുക്കണേ അല്ലാഹ്. നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. കുടുംബ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഒരു സഹോദരൻ ഈ പള്ളിക്ക് ചുറ്റുമായി വിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരുടെ പൊറുക്കണേ അല്ലാഹ്. സുഹൃത്തിന്റെ പള്ളിയുടെ ജനലിൽ കറക്കണേ അല്ലാഹ്. ദുആ ചെയ്യാൻ ഫ്രീയായി രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. കാരുണ്യവാനായ കരുണാനിധിയായ കരുണാവാരിധിയായ റഹ്മാനെ, ഒരു സഹോദരൻ ദുആ ചെയ്യാൻ പൊറുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ പൈസ പള്ളിക്ക് കൊടുത്തവരോട് സ്വീകരിക്കണം അല്ലാഹ്. ഹാസിലാക്കണേ അല്ലാഹ്. വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണം റഹ്മാനെ. അല്ലാഹുവേ എന്റെ മുറാദോട് കൂടിയാണോ ഇതെല്ലാം നീ ഹാസിലാക്കണം അല്ലാഹ്. അതുപോലെ മരിച്ചവരെ രോഗങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. അല്ലാഹുവേ റമദാനിന്റെ 1 മുതൽ സംഘടിപ്പിച്ചവരുണ്ട്. മുറാദുകൾ അറിയുന്ന റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അപ്പയും മകനും കൊടുത്തവരെ നീ സ്വീകരിക്കണം റഹ്മാനെ. 2000 പള്ളിയിലേക്ക് പൈസ കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറഞ്ഞവരാരെല്ലാം റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരെയും നീ സ്വീകരിക്കണം അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് നീ ആഫിയത്തും ആരോഗ്യവും
ആരോഗ്യം കൊടുക്കണം അല്ലാഹ് ചെയ്യാൻ ഭക്ഷണം തന്നവരുണ്ട് സ്വീകരിക്കണം അല്ലാഹ് ചിലവ് തരുന്നവരുണ്ട് സ്വീകരിക്കണം അല്ലാഹ് ഗൾഫിലുള്ള ഒരു സഹോദരിയുടെ പിതാവ് 50,000 രൂപ തന്നവരുണ്ട് അല്ലാഹുവേ 1 ലക്ഷം രൂപയാണ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഒരു കാരുണ്യവാനായ റബ്ബേ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സഹോദരനാണ് സ്വീകരിക്കണേ അല്ലാഹ് അതുപോലെ മോളെ അനുഗ്രഹിക്കണേ അല്ലാഹ് അനുഗ്രഹിക്കണേ അല്ലാഹ് കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ് കുടുംബ ജീവിതത്തിൽ സന്തോഷം കൊടുക്കണം അല്ലാഹ് കൊടുക്കണേ അല്ലാഹ് കൊടുക്കണം അല്ലാഹ് ആരോഗ്യം കൊടുക്കണം റഹ്മാനെ അവർ ചെയ്ത സ്വതക്കങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ് 20ഓളം കബൂലാക്കണേ അല്ലാഹ് 60ഓളം മുതൽ അവരുടെ ചാരിറ്റിക്കായി സഹായം ചെയ്തവരെ ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷം ഈ പള്ളികളിനായി പിരിച്ചു കൊടുത്തത് 10,000 രൂപയാണ് ഒരാളെയും പരിശുദ്ധമായ റമളാനിന്റെ നമ്മൾ സ്വീകരിക്കണേ റബ്ബേ 1 രൂപ പോലും ഒരുപാട് ആവശ്യമുള്ള അർഹരിലേക്ക് തന്നെയാണ് ഉസ്താദുമാരാണ് ചിലയിലേക്കാണ് ചെലവാകുന്നത് അതുകൊണ്ട് പോകുന്നവർ വേണ്ടി ഒരുങ്ങിണ്ടാകുന്നവരുണ്ട് റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണം എല്ലാവർക്കും നീ കരുണ ചെയ്യണം ഞങ്ങൾക്കെല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം ഞങ്ങളെ സ്വീകരിക്കണം കൈമുറിഞ്ഞിരിക്കുന്നവരെ ഒരു മുസൽമാന്റെ ശരീരത്തിൽ ഒരു മുള്ള തറക്കുന്നത് പോലും നന്മയാണ് ബറക്കത്ത് ചൊരിയണേ ഒരു പുതിയതായി തുടങ്ങിയ സൗടപ്പെടുന്ന വിജയം കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നതിലേക്ക്